നമസ്കാരം. നമ്മളെ ക്ഷണം ആദ്യമായി തന്നെ ഞാൻ നന്ദി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഈ ഒരു അവസരത്തിൽ ഞാനിവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഞാൻ ഹൗസിനുള്ളിലുള്ള സമയത്താണ് ഇവർ ഈ ഒരു ഉദ്ഘാടന തീയതി തീരുമാനിച്ചത്. പക്ഷേ ദൈവം നിശ്ചയം പോലെ തന്നെ ഞാൻ കൃത്യം നല്ല ദിവസം അവിടെ നിന്ന് പുറത്തിറങ്ങി ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ എത്താൻ പറ്റിയ ഇതിൽ പങ്കെടുക്കാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചതിലും അതിന്റെ ഓരോ സ്റ്റെപ്പിലും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തതിനും ദൈവത്തിന് ആദ്യം തന്നെ ഒരു നന്ദി. പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിലെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ റോസി ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക് യു ഫോർ ബീയിങ് ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ. വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും കുടുംബത്തിന്റെയും നന്ദി രേഖപ്പെടുത്തിയുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു. കുറച്ച് ഓവറാക്കി എല്ലാം കാണിക്കാങ്ങളെ. ഇത് വാമപ്പ് ഏരിയ, താഴെ മെയിൻ വർക്കൗട്ട് ട്രെയിനിങ്. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ജിമ്മ്. പുതിയൊരു സംരംഭം കൂടെ തുടങ്ങിയില്ലേ? അതെ. എന്താണ് പറയുന്നത്? ഞാൻ ശരിക്കും ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചല്ല. കാരണം പപ്പയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയ്യാതിരുന്ന സമയത്താണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. പറയണമൊന്നും കിട്ടില്ല. റെഡി അല്ലേ? അതെ. വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ ചെറിയൊരു സംരംഭം. അതായത് പപ്പ പറഞ്ഞ പോലെ വയ്യാതായിരുന്ന സമയത്ത് പുള്ളി ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയൊരു കാര്യമാണ് ഒരു ജിമ്മ് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അതാകുമ്പോൾ വെറുതെ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ട് പിന്നെ പോകാതിരിക്കുന്നതിനും പകരം ബാക്കിയുള്ളവർ അവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനോ എന്നുള്ളൊരു മൈൻഡിൽ തുടങ്ങിയതാണ്. അപ്പോൾ അതാണ് അപ്പം ഈ ഇറങ്ങിയ സമയത്തും ഉദ്ഘാടനം ഒരുമിച്ചായത് എങ്ങനെയാണ്? അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതം. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുറത്തായതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ഇന്ന് തന്നെ കിട്ടിയൊരു ഭാഗ്യമാണ്. കൃത്യം ഞാൻ ഔട്ടായി നാട്ടിലെത്തിയ അതേ ദിവസം തന്നെയാണ് ഇവർ നേരത്തെ ഉദ്ഘാടനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് രണ്ടൊരു കോയിൻസിഡൻസ് ആയിട്ട് കിട്ടി. അതിൽ സന്തോഷമാണ്. ഞാനല്ലല്ലോ, ഇത് റോജി ചാനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യാം. ജിൻഡോ വന്നു കഴിഞ്ഞാൽ ജിൻഡോനെ കൊണ്ട് കൊണ്ടുവരുമോ? ഉറപ്പായിട്ടും. ഇതാണ് പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞ ജിമ്മ്. പല അവസരങ്ങളിലും തല്ലുപിടിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരിൽ പറഞ്ഞിരുന്ന ആ ജിമ്മാണ് ഈ ജിമ്മ്. അതായത് നമ്മൾ തുടങ്ങും എന്ന് പറയുന്ന ജിമ്മാണ് ജിമ്മ്. അപ്പോൾ ജിൻഡോ ചേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ജിൻഡോ ചേട്ടൻ ഒരു ദിവസം കൂടി കൊണ്ടുവരണം. ഞാനിപ്പോൾ ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഓക്കെ.